ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 2026 CBSE LKG ക്ലാസ്സിലെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അതിന്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മതി. സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എ സ്മോൾ ലെറ്ററുമായിട്ട് മാച്ച് ചെയ്യുക. അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സുമായിട്ട് മാച്ച് ചെയ്യുക. ഇപ്പോൾ ക്യാപിറ്റൽ എ അതിൻ്റെ സ്മോൾ ലെറ്റർ അതുമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കുക. ക്യാപിറ്റൽ ബി മാച്ച് ചെയ്ത് കൊടുക്കുക, ക്യാപിറ്റൽ സി മാച്ച് ചെയ്ത് കൊടുക്കുക, ക്യാപിറ്റൽ ഡി മാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മാച്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരെണ്ണം എന്തായാലും വരും. അപ്പോൾ ഇത് നിങ്ങളെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൗണ്ടുകൾ. അത് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ എയുടെ സൗണ്ട് എന്താണ്? ആ. ബിയുടെ സൗണ്ട് എന്താണ്? ബ്. സിയുടെ സൗണ്ട് എന്താണ്? ക്. ഡിയുടെ സൗണ്ട് എന്താണ്? ഡ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിന്റെയും സൗണ്ട് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ അതും കുട്ടികളെ പഠിപ്പിച്ച് വെക്കാം. പിന്നെ ടെക്സ്റ്റിൽ ഐഡന്റിഫൈ ദ പിക്ചേഴ്സ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഫോട്ടോസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഒരു ആപ്പിളിന്റെ ഫോട്ടോയാണ് കൊടുത്തേക്കുന്നതെങ്കിൽ അത് ആപ്പിൾ ആണെന്ന് അവർ പറയണം. അതുപോലെ മാംഗോയുടെ ആണെങ്കിൽ മാംഗോയാണെന്ന് പറയണം. ബോളിന്റെ ആണെങ്കിൽ ബോൾ ആണെന്ന് പറയണം. അങ്ങനെ കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ എ ലെറ്ററിന് പഠിപ്പിക്കുവാണെങ്കിൽ അതിൽ തന്നെ ഒരു 3-4 പിക്ചേഴ്സ് അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ചോദിക്കും. അത് ഏത് ഫോട്ടോയാണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്ത് പറയണം. അപ്പോൾ ഇപ്പോൾ എച്ച് വരെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ എച്ച് വരെയുള്ളതിൽ കുറേ ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കുട്ടികളെ ചൂണ്ടി കാണിച്ചിട്ട് അത് ഏത് പിക്ചർ ആണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അടുത്തത് സ്റ്റോറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ എ എന്ന പാഠത്തിൽ എ എന്ന ലെറ്ററിന്റെ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് വാട്ട് ഈസ് യുവർ നെയിം എന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ എലിഫന്റ്, ഈയുടെ ചാപ്റ്ററിലാണെങ്കിൽ എലിഫന്റിന് എത്ര കാലുണ്ട്, എലിഫന്റിന് തുമ്പിക്കൈ ഉണ്ടോ, അതുപോലെ എലിഫന്റിന്റെ പേരെന്താണ്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ ലെറ്റേഴ്സിന്റെ ചാപ്റ്ററിലും ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ്. ഡക്കിന്റെ ചാപ്റ്റർ, അതായത് ഡിയുടെ ചാപ്റ്ററിലാണെങ്കിൽ ഡക്കിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡക്കിന്റെ കളർ എന്താണ്, ഡക്കിന് എത്ര കാലുണ്ട്, ഡക്കിന് നീന്താൻ പറ്റുമോ, ഡക്കിന് നടക്കാൻ പറ്റുമോ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾ പഠിപ്പിക്കണം. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, അത് നിങ്ങൾ പഠിപ്പിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അടുത്തത് റൈറ്റ് എ ടു എച്ച്, അതായത് എ മുതൽ ഇപ്പോ ഫസ്റ്റ് ടൈമില് എ ടു ഐ വരെയാണുള്ളത്. അപ്പോ എ ടു എച്ചിന് പകരം എ ടു ഐ ആണ് അവർ ചോദിക്കുന്നതെങ്കിൽ അതുവരെ എഴുതാം. സാധാ നമ്മുടെ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ ഡി, അതായത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും. ആ പിക്ചറിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാം. ഇപ്പോൾ ആപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ എ, അത് ആ കോളത്തിൽ എഴുതാം. ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ. ബോളിന്റെ ഫസ്റ്റ് ലെറ്റർ ബി, അപ്പോൾ ആ ബോൾ എന്നുള്ളത് ഫസ്റ്റ് ലെറ്റർ എഴുതാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അടുത്തത് സ്മോൾ ലെറ്റേഴ്സ് എഴുതണം. ആദ്യത്തേതിൽ നമ്മൾ മാച്ച് ചെയ്തല്ലോ, സെയിം അത് തന്നെ നമ്മൾ എഴുതണം. ക്യാപിറ്റൽ എയുടെ സ്മോൾ ലെറ്റർ എ നമ്മൾ അടുത്ത കോളത്തിലോട്ട് എഴുതണം. ക്യാപിറ്റൽ ബിയുടെ സ്മോൾ ലെറ്റർ ബി നമ്മൾ എഴുതണം. ക്യാപിറ്റൽ സിയുടെ സ്മോൾ ലെറ്റർ സി എഴുതണം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 3 എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കൊച്ചുങ്ങൾക്ക് ഐ വരെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ എ ടു ഐ വരെ നിങ്ങൾ എഴുതിപ്പിക്കണം, ഇതുപോലെ ക്വസ്റ്റ്യൻ ഇട്ടിട്ട്. ഓക്കെ, എന്നാലാണ് അവർക്കത് ചിലപ്പോൾ ഇതിൽ എ ബി സി എന്ന് കൊടുത്തതിന് പകരം ഡി എഫ് സി അങ്ങനെ മാറ്റി മറിച്ചായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ കുട്ടികൾ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അടുത്തത് റൈറ്റ് മിസ്സിംഗ് ലെറ്റേഴ്സ്, അതായത് എ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ബി, സി കഴിഞ്ഞിട്ട് ഡി, ഇ കഴിഞ്ഞിട്ട് എഫ്, ജി കഴിഞ്ഞിട്ട് എച്ച്, അങ്ങനെ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. മിസ്സിംഗ് ലെറ്റേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അടുത്തെന്ന് പറയുന്നത് ക്രോസ് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ എ അല്ലേ, അപ്പോൾ അത് മാച്ച് ചെയ്ത് കൊടുക്കുക. ബോളിന്റെ ഫസ്റ്റ് ലെറ്റർ ബി, അത് മാച്ച് ചെയ്ത് കൊടുക്കുക. കാറിന്റെ ഫസ്റ്റ് ലെറ്റർ സി, അത് മാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അടുത്തത് സർക്കിളിന്റെ കറക്റ്റ് പെയർ, അതായത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും കറക്റ്റ് ആയിട്ടുള്ള പെയർ ടിക്ക് ചെയ്ത് കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, അത് കറക്റ്റ് ആണ്. ക്യാപിറ്റൽ ബിയും ഡിയും തെറ്റാണ്, അത് അതിന്റെ ലോവർ കേസ് അല്ല. ക്യാപിറ്റൽ സി, സ്മോൾ സി ശരിയാണ്. ക്യാപിറ്റൽ ഇ, സ്മോൾ എഫ് തെറ്റാണ്. ഓക്കെ, അടുത്തത് മാച്ച് ദ സെയിം ലെറ്റർ മാച്ച് ചെയ്ത് കൊടുക്കാം. ജിനോട്, ഇനോട്, എച്ചിനോട്, അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ലെറ്റർ മാച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഐഡന്റിഫൈ ദ സെയിം ലെറ്റർ കണ്ടുപിടിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കാം. എച്ചിന്റെ സെയിം ലെറ്റർ ടിക്ക് ചെയ്ത് കൊടുക്കാം. ജിയുടെ സെയിം ലെറ്റർ ടിക്ക് ചെയ്ത് കൊടുക്കാം.
എഫിന്റെ സെയിം ലെറ്റർ ടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അടുത്തത് ഫൈൻഡ് ഓഡ് വൺ. ചിലപ്പോ ഇതിലിപ്പോ ലെറ്റേഴ്സ് ആണ്, ഇതിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലെറ്റർ സർക്കിൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് സർക്കിൾ ചെയ്യാം. ഇപ്പൊ എയിൽ ബി ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്, സർക്കിൾ ചെയ്യാം. ഇപ്പൊ ഇതിന് പകരം ചിലപ്പോൾ ആപ്പിൾ 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 ബോൾ ആപ്പിൾ അങ്ങനെയായിരിക്കും, വേർഡ് ആയിരിക്കും തരുന്നത്. അപ്പൊ ആ വേർഡ് വട്ടം വരച്ചു കൊടുക്കണം. അത് അടുത്തത് മാച്ച് ചെയ്യാം, സെയിം വേർഡ് മാച്ച് ചെയ്യാം. ആപ്പിൾ ആപ്പിളിനോടും എഗ് എഗിനോടും മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, മൊത്തത്തിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇത് ഫുൾ ചോദിക്കുന്നല്ല, ഈ മോഡലിലുള്ള ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് വേറെ ഒന്നും ചോദിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ഈ മോഡൽ തന്നെ അവർ പഠിപ്പിച്ചു കൊടുക്കുക. ഇതിൽ ഞാനിപ്പോ 3 എണ്ണമാണ് കൊടുത്തതെങ്കിൽ നിങ്ങളിപ്പോ ടെക്സ്റ്റിൽ എ വെച്ചിട്ടുള്ളതാണെങ്കിൽ എ വെച്ചിട്ട് തന്നെ ആപ്പിൾ ഉണ്ട്, ആരോ ഉണ്ട്, ആക്സ് ഉണ്ട്, അങ്ങനെ ആൻഡ് ഉണ്ട്, അങ്ങനെ മൂന്നാല് വാക്കുകൾ ഉണ്ടാവും ടെക്സ്റ്റിൽ. അപ്പൊ നിങ്ങളിപ്പോ ആപ്പിൾ എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരോ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുക, അടുത്തതിൽ ആക്സ്, അടുത്തത് ആൻഡ്, അങ്ങനെ മാറ്റി മാറ്റി ചെയ്യിപ്പിക്കുക. ഇപ്പൊ ഇതിൽ പിക്ചർ ഉണ്ടല്ലോ, ഈ പിക്ചർ എന്നുള്ളത് ആദ്യം നിങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ ആപ്പിൾ വെച്ച് ചെയ്യിപ്പിക്കുക, അടുത്തത് ആരോ വരച്ച് ചെയ്യിപ്പിക്കുക, പിന്നെ ആക്സ് വരച്ച് ചെയ്യിപ്പിക്കുക, ആൻഡ് വരച്ച് ചെയ്യിപ്പിക്കുക. അപ്പോൾ പിള്ളേർ അത് ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. അപ്പൊ നിങ്ങളിപ്പോ എല്ലാത്തിലും എയിൽ 4 പിക്ചറാണ് പഠിപ്പിക്കുന്നത്, ബിയിൽ 4 പിക്ചറാണ് പഠിപ്പിക്കുന്നത്, സിയിൽ 4 പിക്ചർ, അങ്ങനെ എല്ലാത്തിലും 4 പിക്ചർ വെച്ചാൽ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഈ സെയിം മോഡല് 4 ക്വസ്റ്റ്യൻ പേപ്പർ, അക്ഷരങ്ങൾ, സ്പെല്ലിംഗ് എല്ലാം മാറ്റി മാറ്റിയിട്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ അത് ചെയ്ത് അവർ പഠിച്ചോളും, അവർക്ക് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്തതായിട്ട് ഞാൻ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.